ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട വയനാടിന് കൈത്താങ്ങായി വാട്സാപ്പ് ഗ്രൂപ്പുകളും. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വാട്സാപ്പ് ഗ്രൂപ്പാണ് വയനാടിന് സഹായവുമായി എത്തിയത്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും വയനാടിനായി ഈ വാട്സാപ്പ് കൂട്ടായ്മ നൽകിയിട്ടുണ്ട്. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ അരുമന സമൂഹ സേവാ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് വയനാട്ടിലേക്ക് സഹായം എത്തിക്കുന്നത്. ദുരന്തഭൂമിയിലെ സാധാജനത്തിന് വേണ്ട അടിയന്തര സഹായമാണ് കൂട്ടായ്മ എത്തിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും നൽകിയാണ് കൂട്ടായ്മ കൈത്താങ്ങായത്. ഇവർ അരുമനയിലെ പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായവും ധനസഹായവും നൽകി വരുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ്. ഈ ദുരന്തം അറിഞ്ഞ ഉടനെ തന്നെ അരുമന ജംഗ്ഷനിൽ ഒരു ക്യാമ്പ് തുടങ്ങുകയും നാട്ടുകാരുടെ സഹായത്തോടുകൂടിയും വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളും ചേർന്ന് പണവും ഭക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികളും കളക്ട് ചെയ്ത് വയനാട്ടിലെ ദുരിതാശ്വാസ കളക്ഷൻ സെന്ററിൽ എത്തിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി തൃശൂരിലെ ആന ഫാൻസ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് വയനാട്ടിലെ ജനങ്ങൾക്കായി സംഭാവന നൽകിയത്. കഴിഞ്ഞ 13 വർഷമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനു ചുറ്റുമുള്ള ഒരു സംഘമാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുന്നത്. ശ്രീരാമജയം എന്ന പേരിലുണ്ടായിരുന്ന ആരാധകരുടെ വാട്സപ്പ് കൂട്ടായ്മ ഫാൻസ് അസോസിയേഷനായത് കുറച്ചു ദിവസം മുൻപാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ അസോസിയേഷന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. അസോസിയേഷന്റെ ആദ്യ പരിപാടി തന്നെ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള കൈകോർക്കലാണ്. ഇപ്പോൾ ശ്രീരാമജയം തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുകയുണ്ടായത്. ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സംരംഭം എന്ന നിലയ്ക്ക് ഇവർ വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ വടകര വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടാവുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഒരു ഫാം നശിച്ചതായി അറിഞ്ഞതായിട്ട് അവിടുത്തെ ആളുകൾ അറിയിച്ചതിനെ തുടർന്ന് ആ ഫാമിലെ മറ്റു മൃഗങ്ങൾക്ക് ഒരു ഭക്ഷ്യസാധനങ്ങളും ചെറിയൊരു പൈസ സഹായമായിട്ട് 40,000 രൂപ സഹായം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇവർ ആദ്യ സംരംഭം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ 1,01,00,000 രൂപ സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റേ രാമചന്ദ്രൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് കൊടുക്കുന്നത്. വയനാടിനായുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപ സമാഹരിച്ച് നൽകിയ കൂട്ടായ്മ അതിന്റെ ചെക്ക് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് കൈമാറി. എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, ഒപ്പം തന്നെ എല്ലാ ഭേദചിന്തകൾക്കും അതീതമായി സംസ്ഥാനം ഒറ്റക്കെട്ടായി ആ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിലുള്ള സഹായ ഹസ്തമാണ് ഇപ്പോൾ നീണ്ടുവരുന്നത്. ഇവിടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ അവർ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നേരത്തെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. 1,01,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവനയായി നൽകിക്കഴിഞ്ഞു. ഗവൺമെൻറ്റിന് വേണ്ടി അത് ഏറ്റെടുക്കുന്നു. ഇത്തരം രാമനെ ചങ്കും ചങ്കിടുപ്പുമായി കൊണ്ടു നടക്കുന്ന 400-ലധികം പേരാണ് ഫാൻസ് അസോസിയേഷനിലുള്ളത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 4 ലക്ഷം രൂപയുടെ അവശ്യ സാധനങ്ങൾ ശ്രീരാമജയം എന്ന കൂട്ടായ്മ അവിടെ എത്തിച്ചിരുന്നു. ഏകഛത്രാധിപതിയുടെ ആരാധകർ സേവനപാതയിലും തലയെടുപ്പോടെ തന്നെ തുടരുകയാണ്. ജനം, തൃശൂർ.